എഞ്ചിനീയറിംഗ് മെഡിക്കൽ ആർക്കിടെക്ചർ ആസ്പിരൻസിന് വേണ്ടിയിട്ട് 2025 കീം എക്സാം അനൗൺസ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ ആ കീം എക്സാം നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ വേണ്ടി ദർശന അക്കാഡമി കീമസോൺ സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. അതിൽ ഓൾമോസ്റ്റ് നമ്മൾ +2 ടോപ്പിക്സ് എല്ലാം തന്നെ കവർ ചെയ്തു. +2 ടോപ്പിക്ക് നമ്മളിപ്പോൾ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ പയ്യെ +1 ടോപ്പിക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിലെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സാണ്. അപ്പോൾ നമുക്കറിയാം എൻട്രൻസ് എക്സാമിന്, അതും കീം എൻട്രൻസ് എക്സാമിന് ഫിസിക്സ് സബ്ജക്റ്റിൽ നിന്നും 45 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ 45 ക്വസ്റ്റ്യന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ലൊരു റാങ്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ ചാപ്റ്ററും നമ്മളെ സംബന്ധിച്ചിടത്തോളം വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സാണ്. അപ്പം +1 ഫിസിക്സിലെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം ലാസ്റ്റ് ടൈം 2024 കീം എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് ഓൺലൈൻ എൻട്രൻസ് എക്സാം ആയിരുന്നു. അതുകൊണ്ട് തന്നെ പല ദിവസങ്ങളിലായിട്ട് പല ഷിഫ്റ്റായിട്ടാണ് നടത്തിയിരുന്നത്. അപ്പം ആ ഓരോ ഷിഫ്റ്റിലും ഈ 3 ചാപ്റ്ററിൽ നിന്നും എത്രമാത്രം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്ന് നമുക്കൊന്ന് ആദ്യം ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും എല്ലാ ഷിഫ്റ്റിലും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കൂടാതെ ആദ്യത്തെ 2 ദിവസം ഓരോ ക്വസ്റ്റ്യൻസ് വീതവും, അത് കഴിഞ്ഞ് വരുന്ന 4 ദിവസങ്ങളിൽ 2 ക്വസ്റ്റ്യൻസ് വീതം. അപ്പം കമ്പൽസറി ആയിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. ഇതിനകത്തുനിന്ന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുമാണ്. ഒരു സിമ്പിൾ ചാപ്റ്ററാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ചാപ്റ്റർ, നമ്മുടെ +1 ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിന് കുറച്ചും കൂടെ വെയിറ്റേജ് ഉണ്ട്. നോക്കി, 3 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഷിഫ്റ്റിൽ ഫസ്റ്റ് ദിവസം 3 ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ദിവസം 2 ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ദിവസം വീണ്ടും 3 ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ഡേയിലോട്ട് വരുമ്പോഴത്തേക്കും 1 ക്വസ്റ്റ്യനേ ചോദിച്ചിട്ടുള്ളൂ. അതുപോലെ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മോഷൻ ഇൻ എ പ്ലെയിൻ, മോഷൻ ഇൻ എ പ്ലെയിനിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഈസി ആയിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഉത്തരം കിട്ടുന്ന 3 ചാപ്റ്ററുകളാണ് ഇത് 3. ഓക്കെ, അപ്പം നമുക്ക് പയ്യെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മുടെ പ്രീവിയസ് ഇയറിൽ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏരിയാസ് ഒക്കെ ഏതൊക്കെയാണെന്നും അതിലെ കൺസെപ്റ്റുകളും കുറച്ച് ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ +1 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നമ്മൾ എന്തൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കുന്നത്? ഈ ടോപ്പിക്കുകളൊക്കെയാണ് നമ്മൾ +1 ഫിസിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. നമുക്കറിയാം 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിനെ പറ്റി പഠിക്കുന്നുണ്ട്. ഡയമെൻഷനെ പറ്റി പഠിക്കുന്നുണ്ട് അല്ലേ. ഡയമെൻഷണൽ അനാലിസിസ്, അവിടെ നമ്മളൊരു പ്രിൻസിപ്പിളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, നമ്മളൊരു മെഷർമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെയാണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് എന്നുള്ള കാര്യം നമ്മൾ പഠിക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് എറേഴ്സാണ്. അപ്പോൾ ഈ 4 കൺസെപ്റ്റാണ് നമ്മൾ മെയിനായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 കൺസെപ്റ്റിൽ നിന്നും പൊതുവേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഈ 4 കൺസെപ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ്. അതിൽ നമുക്ക് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയമെൻഷനെ പറ്റിയാണ്. നമുക്കറിയാം എല്ലാ മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. അപ്പം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനൊരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്, ഒരു യൂണിറ്റും ഉണ്ട്. അപ്പം നമുക്കതിനെ ഡയമെൻഷൻ വെച്ച് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡയമെൻഷൻ വെച്ച് എക്സ്പ്രസ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ടേംസിലാണ് നമ്മൾ അവരെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്? ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, ലൂമിനസ് ഇൻറ്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇത് 7 എണ്ണമാണ് നമ്മുടെ ബേസ് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഈ 7 ക്വാണ്ടിറ്റീസിൽ നിന്നുമാണ് നമ്മൾ ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസിനെയും ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെയും നമ്മൾ എന്താ വിളിക്കുന്നത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഡിറൈവ്ഡ് യൂണിറ്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഏരിയ എഴുതാൻ, ഏരിയയുടെ ഡയമെൻഷണൽ ഫോർമുല എഴുതാൻ.
അപ്പം നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഏരിയ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് അറിയാവുന്ന ഏരിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ് അല്ലേ? ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ നമുക്ക് എങ്ങനെ എഴുതാം? ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലെങ്തിൻ്റെ യൂണിറ്റ് എന്താ? ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. അല്ലെങ്കിൽ ഡയമെൻഷൻ എന്താണ്? ഡയമെൻഷൻ ലെങ്തിൻ്റെ ഡയമെൻഷൻ L ആണ്. ഇനി ബ്രെഡ്ത്ത് എന്ന് പറയുന്നതോ? ബ്രെഡ്ത്തും ഒരു ലെങ്ത് ആണല്ലേ? അതിൻ്റെ യൂണിറ്റും എന്ത് തന്നെയാണ്? മീറ്റർ തന്നെയാണ്. അപ്പോൾ ഡയമെൻഷൻ നമുക്ക് എങ്ങനെ എഴുതാം? L എന്ന് തന്നെ എഴുതാം. ഡയമെൻഷൻ വീണ്ടും L തന്നെ. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് ഏരിയ നമുക്ക് എങ്ങനെ എഴുതാം? ഡയമെൻഷൻ ഓഫ് ഏരിയ ഈസ് L². ഓക്കെ, അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും കൂടെ എഴുതി നോക്കിയാലോ? ഫോഴ്സ്. ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? F ഈസ് ഈക്വൽ ടു M ഇൻറ്റു A. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയ്ക്കകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ്. ഇനി മാസിൻ്റെ യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് കിലോഗ്രാം. അല്ലെങ്കിൽ ഡയമെൻഷൻ എന്താണ്? M. ക്യാപിറ്റൽ M ആണ് ഡയമെൻഷൻ. ഇനി ആക്സിലറേഷനോ? ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ബൈ ടൈം ആണ്. അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ എങ്ങനെ എഴുതാം? LT⁻². LT⁻². അങ്ങനെയാണെങ്കിൽ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്ത് വരും? MLT⁻². ദിസ് ഈസ് ദി ഡയമെൻഷൻ ഓഫ് ഫോഴ്സ്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ക്വാണ്ടിറ്റീസിൻ്റെയും ഡയമെൻഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഡയമെൻഷൻ അല്ലെങ്കിൽ ഈ ഡയമെൻഷണൽ അനാലിസിസ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മളൊരു ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, അങ്ങനെ ഇക്വേഷൻസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു റൂൾ അറിയണം അല്ലേ? ആ റൂളാണ് അല്ലെങ്കിൽ ആ പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്ന ഇതാണ്: സെയിം മാഗ്നിറ്റ്യൂഡ് ഉള്ള യൂണിറ്റ്സ് മാത്രമേ, ക്വാണ്ടിറ്റീസ് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പറ്റത്തുള്ളൂ. ഓക്കെ, ലെങ്തും തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലെങ്തും മാസും തമ്മിൽ നമുക്ക് ഒരിക്കലും ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പറ്റത്തില്ല. സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും പറ്റത്തുള്ളൂ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിൽ നിന്നും നമ്മുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത്. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എക്സ് ഡിപ്പെൻഡ്സ് ഓൺ ക്വാണ്ടിറ്റീസ് വൈ ആൻഡ് ഇസഡ് ആസ് ഫോളോസ്. അപ്പോൾ നമുക്കൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട് വിച്ച് ഈസ് എക്സ്. എക്സ് ഈക്വൽ ടു AY പ്ലസ് B tan CZ, where A, B, C are constant. Aയും Bയും Cയും ഒക്കെ കോൺസ്റ്റൻസ് ആണ്. Which of the following do not have the same dimension? സെയിം ഡയമെൻഷൻ അല്ലാത്തത് ഇതിലേതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി സെയിം ക്വാണ്ടിറ്റീസിനെ മാത്രമേ നമുക്ക് ഇപ്പോഴും ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡയമെൻഷൻ ഓഫ് എക്സും ഡയമെൻഷൻ ഓഫ് AYയും അതുപോലെ ഡയമെൻഷൻ ഓഫ് Bയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനെ കാണുന്നുണ്ടല്ലേ? ഏതാണ്? tan CZ. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന് ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. അപ്പം നമുക്ക് പറയാം CZന് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. CZ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്താലോ. ഫസ്റ്റ് ഓപ്ഷൻ ഡയമെൻഷൻ ഓഫ് എക്സ് ആൻഡ് ബി ആർ സെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സിൻ്റെയും ബിയുടെയും ഡയമെൻഷൻ സെയിം ആണ്. അപ്പോൾ ആ ആൻസർ കറക്റ്റ് ആണ്, അല്ലെങ്കിൽ ആ ഓപ്ഷൻ ശരിയാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡു നോട്ട് ഹാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ, സി ആൻഡ് ഇസഡ് ഇൻവേഴ്സ്. സിയും ഇസഡും കൂടെ ചേർന്നാൽ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് സിയും ഡയമെൻഷൻ ഓഫ് ഇസഡ് ഇൻവേഴ്സും സെയിം അല്ലേ? അതെ, രണ്ടുപേരെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി കിട്ടും. അപ്പം സിയുടെയും ഇസഡ് ഇൻവേഴ്സിൻ്റെയും ഡയമെൻഷൻ സെയിം ആണ്. എക്സ് ബൈ ബി ആൻഡ് സി ഇസഡ്. എക്സ് ബൈ ബിയും സി ഇസഡും സെയിം ആണോ എന്ന് ഇവിടെ നോക്കിയേ. എക്സിൻ്റെയും ബിയുടെയും ഡയമെൻഷൻ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് സെയിം ആയിട്ടുള്ള ഡയമെൻഷൻ തമ്മിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താകും? അതൊരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആവും. ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. ഓക്കെ, അതുപോലെ സി ഇസഡിന് ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. അപ്പം സി ഓപ്ഷനും എന്താണ്? കറക്റ്റ് ആണ്.
ഡി നോക്കിക്കേ, y ആൻഡ് ബി ബൈ എ. വൈ എന്ന് പറയുന്നത് എയുടെ കൂട്ടത്തിലുള്ള ടേം ആണ്. എയും വൈയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴുള്ള ഡയമെൻഷൻ ആണ് ബിയോട് ഈക്വൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡയമെൻഷൻ ഓഫ് വൈ, ഇവിടെ നിന്ന് നമുക്ക് എഴുതാം, ഡയമെൻഷൻ ഓഫ് വൈ എന്ന് പറയുന്നത് എന്താണ്? ബി ബൈ എ ആണ്. ഡയമെൻഷൻ ഓഫ് വൈ എന്ന് പറയുന്നത് ബി ബൈ എ ആണ്. ഈ ഓപ്ഷനും ശരിയാണ്. അപ്പം ഓഫ് കോഴ്സ് ലാസ്റ്റ് ഓപ്ഷൻ ആണ് തെറ്റ്. ഡയമെൻഷൻ ഓഫ് എക്സും എയും സെയിം അല്ല. എക്സും എ വൈയും തമ്മിലുള്ള ഡയമെൻഷൻ സെയിം ആണ്, പക്ഷേ എക്സും എയും തമ്മിലുള്ള ഡയമെൻഷൻ ശരിയല്ല. അപ്പം നമ്മുടെ കറക്റ്റ് ആൻസർ ഏത് വരും? ഈ ഓപ്ഷൻ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ അനാലിസിസ് നിന്നും ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. അടുത്ത കൺസെപ്റ്റ് നമുക്ക് നോക്കാം. അടുത്ത കൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. നമ്മളൊരു മെഷർമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കുറേ റീഡിങ്സ് കിട്ടും അല്ലേ? നമ്മളെല്ലാം +2 പ്രാക്ടിക്കൽ എക്സാം ചെയ്തിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ചെയ്തിട്ടുള്ളവരാണ്. നമ്മൾ റീഡിംഗ് എടുക്കുമ്പോൾ നമുക്ക് കുറേ നമ്പേഴ്സ് കിട്ടാറുണ്ട്. അതിലേതൊക്കെ സിഗ്നിഫിക്കൻ്റ് ആണ്, ഏതിനെയൊക്കെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യണം, അത് നമ്മൾ ഒരു റൂളായിട്ടാണ് പറയുന്നത്. അപ്പം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് കുറച്ചധികം റൂൾസ് ഉണ്ട്. ഈ റൂൾസ് എല്ലാം നിങ്ങൾ അതുപോലെ തന്നെ മനസ്സിലാക്കി പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അതിൽ ഫസ്റ്റ് റൂൾ പറയുന്നത് എല്ലാ നോൺ സീറോ ഡിജിറ്റും സിഗ്നിഫിക്കൻ്റ് ആണ്. പക്ഷേ സീറോസ് ബിറ്റ്വീൻ ടു നോൺ സീറോ ഡിജിറ്റ് ആർ സിഗ്നിഫിക്കൻറ്റ്. രണ്ട് നോൺ സീറോ ഡിജിറ്റിൻ്റെ ഇടയിൽ വരുന്ന സീറോസും എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. ഓൾ സീറോസ് ടു ദ ലെഫ്റ്റ് ഓഫ് ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിൻ്റെ ഫ്രണ്ടിൽ വരുന്ന സീറോസ് ഒന്നും എന്തല്ല? സിഗ്നിഫിക്കൻ്റ് അല്ല. ഇഫ് ദ നമ്പർ ഈസ് ലെസ് ദാൻ 1, അതായത് ഒരു ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പർ ആണെന്നുണ്ടെങ്കിൽ, 1നേക്കാളും ചെറിയൊരു നമ്പർ ആണെന്നുണ്ടെങ്കിൽ, സീറോസ് ഓൺ ദ റൈറ്റ് ഓഫ് ഡെസിമൽ പോയിന്റ് ബട്ട് ടു ദ ലെഫ്റ്റ് ഓഫ് ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. ലെഫ്റ്റ് ഓഫ് ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ഒന്നും എന്തല്ല? സിഗ്നിഫിക്കൻ്റ് അല്ല. ടെർമിനൽ ഓർ ട്രെയിലിംഗ് സീറോസ് ഇൻ എ നമ്പർ വിത്തൗട്ട് എ ഡെസിമൽ പോയിന്റ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. ട്രെയിലിംഗ് സീറോസ് ഒന്നും സിഗ്നിഫിക്കൻ്റ് അല്ല. എവിടെ? ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത നമ്പർ ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പർ ആണെങ്കിലോ ഈ ട്രെയിലിംഗ് സീറോസ് എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, അതുപോലെ വേറെ കുറച്ച് റൂൾസും കൂടെയാണ്. വെൻ ദ നമ്പർ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ എക്സ്പോണൻഷ്യൽ ഫോം, എക്സ്പോണൻഷ്യൽ ഫോമിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എക്സ്പോണൻഷ്യൽ ടേം എന്തിനെ അഫക്റ്റ് ചെയ്യത്തില്ല? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ അഫക്റ്റ് ചെയ്യത്തില്ല. ഓൾ സീറോസ് ടു ദ റൈറ്റ് ഓഫ് എ ഡെസിമൽ പോയിന്റ് ആർ സിഗ്നിഫിക്കൻറ്റ്. റൈറ്റിൽ വരുന്ന, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് റൈറ്റിൽ വരുന്ന എല്ലാ സീറോസും എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ സിസ്റ്റം ഓഫ് യൂണിറ്റ്. നമുക്ക് പല സിസ്റ്റം ഓഫ് യൂണിറ്റ് ഉണ്ട്. CGS സിസ്റ്റം ഉണ്ട്, MKS സിസ്റ്റം ഉണ്ട്, അങ്ങനെ പല സിസ്റ്റം ഓഫ് യൂണിറ്റ് ഉണ്ട്. ഈ സിസ്റ്റം ഓഫ് യൂണിറ്റിനെ ഒന്നും എന്ത് ഡിപ്പെൻഡ് ചെയ്യത്തില്ല? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുവോ സബ്ട്രാക്ട് ചെയ്യുവോ മൾട്ടിപ്ലൈ ചെയ്യുവോ ഡിവൈഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒരു റൂളാണ്, അതുപോലെ അഡീഷനും സബ്ട്രാക്ഷനും മറ്റൊരു റൂളാണ്. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യോ ഡിവൈഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഫൈനൽ റിസൾട്ടിൽ ഒറിജിനൽ നമ്പറിൻ്റെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ, അപ്പം നമുക്ക് രണ്ട് നമ്പേഴ്സ് കാണുക, മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും മിനിമം നമുക്ക് രണ്ട് നമ്പേഴ്സ് എങ്കിലും വേണം. അതിലെ രണ്ട് നമ്പേഴ്സിലെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് നമ്പർ ഉള്ള എത്രയാണോ അതായിരിക്കും നമ്മുടെ ആൻസറിൽ നമ്മൾ എടുക്കുന്നത്. ബാക്കിയെല്ലാം എന്താണ്? നമുക്ക് വേണ്ടാത്ത നമ്പേഴ്സാണ്. ഇനി ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ല നോക്കുന്നത്, പകരം ലീസ്റ്റ് ഡെസിമൽ പ്ലേസ് ഉള്ള നമ്പറിൻ്റെ വാല്യൂസ് ആയിരിക്കും നമ്മൾ, അല്ലെങ്കിൽ നമ്പേഴ്സ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യോ ഡിവൈഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഏത് നമ്പറിനാണോ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ളത് അത്രയും ഫിഗേഴ്സ് തന്നെ നമ്മുടെ ആൻസറിലും ഉണ്ടായിരിക്കണം. ഇനി ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ലീസ്റ്റ് ഡെസിമൽ പ്ലേസ് വരുന്നത് ആ ഒരു നമ്പറിന് എത്ര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ഡെസിമൽ പ്ലേസസ് ഉണ്ടോ അതായിരിക്കും നമ്മുടെ ആൻസറിലും ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. നോക്കിയേ, എ കോയിൻ ഓഫ് മാസ് 1 gram, ഒരു കോയിൻ ഉണ്ട് 1 gram ആണ്, ഈസ് പ്ലേസ്ഡ് ഇൻ എ ബോക്സ് ഓഫ് മാസ് 2 kilogram. അതിനെ വെച്ചിരിക്കുന്നത് ഒരു 2 kilogram മാസ് ഉള്ള ബോക്സിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം ഇൻ കറക്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം മാസ് ഓഫ് കോയിൻ എന്ന് പറയുന്നത് 1 gram ആണ്. ഗ്രാം എന്തല്ല, SI യൂണിറ്റ് അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം. SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 0.001 0.001. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാസ് ഓഫ് ദി ബോക്സ് എത്രയാണ്, മാസ് ഓഫ് ദി ബോക്സ് 2.0 കിലോഗ്രാം. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. 0.001 പ്ലസ് 2.000 എത്ര കിട്ടും നമുക്ക്, 102.02 ഇത്രയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൈനൽ ആൻസർ ഏതായിരിക്കും, 2.001 ആണോ? ഏത് വരും, ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെടുക്കണം, ഏതിനാണോ ലീസ്റ്റ് ഡെസിമൽ പ്ലേസ് ഉള്ളത് അത് വേണം നമ്മൾ എടുക്കാൻ. ഇവിടെ തന്നിരിക്കുന്നതിൻ്റെ അകത്ത് ലീസ്റ്റ് ഡെസിമൽ പ്ലേസ് ഏതാണ്, 2.0 ആണല്ലേ. 2.0 എന്ന് പറയുമ്പോഴത്തേക്കും 0.0 ഒറ്റ ഡെസിമൽ പ്ലേസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒറ്റ ഡെസിമൽ പ്ലേസ് ഉള്ള നമ്പർ സെലക്ട് ചെയ്യും. ഒറ്റ ഡെസിമൽ പ്ലേസ് ഉള്ളത് ഏതാണ്, 2.0 ആണ് അതിൻ്റെ ടോട്ടൽ മാസ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു കൺസെപ്റ്റ് നോക്കിയാലോ, എറേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് ആണ് എറർ. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ എക്സാം ചെയ്യുമ്പം അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ടും എറേഴ്സ് ഉണ്ടാവും അല്ലേ. നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. അപ്പോൾ ആ ട്രൂ വാല്യൂവിൽ നിന്നും നമ്മളെടുത്ത മെഷർമെൻറ്റ് എത്രമാത്രം ഡിഫറൻസ് ഉണ്ടെന്നുള്ളതാണ് എറർ. അല്ലെങ്കിൽ നമുക്ക് പറയാം അൺസർട്ടനിറ്റി ഇൻ മെഷർമെൻറ്റ്. മെഷർമെൻറ്റിൻ്റെ അകത്ത് ഉണ്ടാവുന്ന അൺസർട്ടനിറ്റിയാണ് നമ്മൾ എറർ എന്ന് പറയുന്നത്. ഈ എറർ 2 ടൈപ്പാണുള്ളത്, സിസ്റ്റമാറ്റിക് എററും റാൻഡം എററും. അതിൽ നമുക്ക് വേണ്ടത് ഈ എററിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. ഓക്കെ, എറർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാം. പ്രാക്ടിക്കലി ഉണ്ടാവുന്ന എറർ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എററിനെ പല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു റെപ്രസെൻറ്റേഷൻസ് ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ട്രൂ വാല്യൂ എത്രയാണ്, ട്രൂ വാല്യൂ നമുക്കറിയണം. അതുപോലെ അബ്സല്യൂട്ട് എറർ എത്രയാണെന്ന് അറിയണം, റിലേറ്റീവ് എറർ എന്താണെന്ന് അറിയണം, പെർസെൻറ്റേജ് എറർ എന്താണെന്ന് അറിയണം. ഈ 4 കാര്യങ്ങളുമാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. അതിൽ നമുക്ക് ആദ്യം ട്രൂ വാല്യൂ എന്താണെന്ന് നോക്കാം. ട്രൂ വാല്യൂ എന്ന് പറയുന്നത് നമ്മളെടുത്ത മെഷർമെൻറ്റിൻ്റെ എല്ലാം അരിത്തമെറ്റിക് മീനാണ്. ആവറേജ് വാല്യൂ ആണ് ട്രൂ വാല്യൂ. നമ്മൾ മീൻ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. ആ ആവറേജ് വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രൂ വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ടേമാണ് അബ്സല്യൂട്ട് എറർ. അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പം ട്രൂ വാല്യൂ കണ്ടുപിടിച്ചു. ഈ ട്രൂ വാല്യൂവിൽ നിന്നും നമ്മുടെ മെഷർമെൻറ്റിന് എത്രമാത്രം ഡിഫറൻസ് ഉണ്ട്, ആ ഡിഫറൻസ് ആണ് എന്ത്, അബ്സല്യൂട്ട് എറർ. ഓക്കെ, അബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ ട്രൂ വാല്യൂ ആണ് നമ്മുടെ റിലേറ്റീവ് എറർ. അബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ ട്രൂ വാല്യൂ. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് എററോ, ഈ റിലേറ്റീവ് എറർ മൾട്ടിപ്ലൈഡ് ബൈ 100 ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, പെർസെൻറ്റേജ് എറർ കിട്ടും. ഓക്കെ, ഇതിനെ നമുക്ക് ഇനി കോമ്പിനേഷൻ ഓഫ് എറേഴ്സിൻ്റെ അകത്ത് എഴുതി നോക്കാം. അതായത് നമ്മളിപ്പം ഒരു സിംഗിൾ വാല്യൂവിനുണ്ടാവുന്ന എറേഴ്സിൻ്റെ കാര്യമാണ് ഇപ്പം പറഞ്ഞത്. ട്രൂ വാല്യൂ എന്താണ്, അബ്സല്യൂട്ട് എറർ എന്താണ്, റിലേറ്റീവ് എറർ എന്താണ്, പെർസെൻറ്റേജ് എറർ എന്താണ്. ഇനി ഇതിനെ കോമ്പിനേഷൻ വരുമ്പം മീൻസ് നമ്മൾ ആഡ് ചെയ്യുമ്പം ഈ എറേഴ്സ് ഉള്ള 2 നമ്പേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യുമ്പം, സബ്ട്രാക്ട് ചെയ്യുമ്പം, മൾട്ടിപ്ലൈ ചെയ്യുമ്പം, ഡിവൈഡ് ചെയ്യുമ്പം ഈ എറർ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. എറർ എപ്പോഴെങ്കിലും കുറയുമോ, ഇല്ല. എറർ എപ്പോഴും എന്തേ ചെയ്യത്തുള്ളൂ, ഇൻക്രീസ് ചെയ്യത്തുള്ളൂ. നമ്മൾ ആദ്യം എടുക്കുന്ന മെഷർമെൻറ്റ് തെറ്റാണെന്നുണ്ടെങ്കിൽ ആ ഒരു വാല്യൂ നമ്മൾ എവിടെയൊക്കെ ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടോ ആ വാല്യൂസ് എല്ലാം എന്തുണ്ടായിരിക്കും, എറർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ എറർ എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ സിറ്റുവേഷൻ നമ്മൾ എടുത്തിരിക്കുന്നത് അഡീഷൻ ആണ്. 2 നമ്പേഴ്സിനെ ആഡ് ചെയ്തിരിക്കുകയാണ്. Z is equal to A plus B. അങ്ങനെയാണെങ്കിൽ മാക്സിമം അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് ഡെൽറ്റ Z which is equal to ഡെൽറ്റ A plus ഡെൽറ്റ B. എറർ ആഡ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എററിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റിയുടെ റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് ഡെൽറ്റ Z by Z ആണ്, which is ഡെൽറ്റ A plus ഡെൽറ്റ B divided by A plus B. ഓക്കെ, ഈ ഒരു സെയിം കൺസെപ്റ്റ് തന്നെ നമ്മൾ സബ്ട്രാക്ഷനിൽ അപ്ലൈ ചെയ്യുവാണ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കരുത് എറർ സബ്ട്രാക്ട് ചെയ്യുമെന്ന്. എറർ എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും നമ്മൾ സബ്ട്രാക്ട് ചെയ്യത്തില്ല. എറർ എപ്പോഴും നമ്മൾ ആഡ് ചെയ്ത് മാത്രമേ എഴുതത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സബ്ട്രാക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഇവിടെ എറർ എന്ത് ചെയ്തിരിക്കുവാണ്, എറർ ആഡ് ചെയ്തിരിക്കുവാണ്.
ഓക്കെ, റിലേറ്റീവ് എറർ വരുമ്പം ഡിനോമിനേറ്ററിലെ ആ നമ്മുടെ ഒറിജിനൽ വാല്യൂസിന് മാത്രമേ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ മേലിൽ എഴുതിയിരിക്കുന്ന എറർ എന്ത് ചെയ്തിരിക്കുവാണ്? ആഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നത്? റിലേറ്റീവ് എറർ എഴുതുന്നത് എങ്ങനെയാണ്? ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. ഈ ഒരു കൺസെപ്റ്റുമാണ് നമ്മളോട് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കാറ്. മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസും പവർ വരുന്ന കേസും. അപ്പോൾ അവിടുത്തെ റിലേറ്റീവ് എററും അതുപോലെ അബ്സല്യൂട്ട് എററും പെർസെൻറ്റേജ് എററും എഴുതാൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എറർ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? റിലേറ്റീവ് എറർ ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. എങ്കിൽ അബ്സല്യൂട്ട് എറർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? റിലേറ്റീവ് എറർ എഴുതിയിട്ട് ഡിനോമിനേറ്ററിലുള്ള ഇസഡിനെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോയാൽ മതി. ഓക്കെ, ഇനി പവർ ഫോമിലുള്ള ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ സപ്പോസ് നമ്മുടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് എം വി സ്ക്വയർ ആണ് അല്ലേ? ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുമ്പം വി സ്ക്വയർ, വിക്ക് ഒരു പവർ ഉണ്ട്. ആ പവർ എററിൻ്റെ അകത്ത് വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പവർ വരുവാണെന്നുണ്ടെങ്കിൽ റിലേറ്റീവ് എറർ എഴുതുമ്പോൾ ആ പവർ എന്ത് ചെയ്യണം? പവർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. കണ്ടോ, ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു, അത് പവർ ആയിരുന്നു, എയുടെ പവർ ആയിരുന്നു, പവറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, ഇൻറ്റു ഡെൽറ്റ എ ബൈ എ പ്ലസ് അടുത്ത ടേം ബി റേസ് ടു ക്യൂ ആണ്. ക്യൂ പവർ ആണ്, പവർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, ബിക്കുള്ള എറർ ഡെൽറ്റ ബി ബൈ ബി. അതുപോലെ ഡിവൈഡഡ് ബൈ സി റേസ് ടു ആർ. ഡിവൈഡഡ് ബൈ വന്നു കഴിയുമ്പോഴും നമ്മൾ വീണ്ടും എന്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്? അഡീഷൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം എറർ എപ്പോഴും എന്തേ ചെയ്യത്തുള്ളൂ? ആഡ് ചെയ്തേ പോകത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അഡീഷൻ സൈൻ ഇട്ടിരിക്കുന്നത്. ഓക്കെ, ആർ ഇൻറ്റു ഡെൽറ്റ സി ബൈ സി. അപ്പം ഈ രീതിയിലാണ് എറർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മൈൻഡിൽ എപ്പോഴും എന്താണ് ഉണ്ടായിരിക്കേണ്ടത്? എറർ എപ്പോഴും ആഡ് ചെയ്താണ് പോകുന്നത്. ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? എറർ കുറയത്തില്ല. ഓക്കെ, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇഫ് ദ അബ്സല്യൂട്ട് എറർ in two physical quantities A and B are small a and small b. എയിലുള്ള എററും അതുപോലെ നമ്മുടെ ബിയിലുള്ള എററുമാണ് സ്മോൾ എയും സ്മോൾ ബിയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അബ്സല്യൂട്ട് എറർ ഇൻ ദ വാല്യൂ ഓഫ് എ മൈനസ് ബി, എ മൈനസ് ബിയിൽ ഉണ്ടാവുന്ന അബ്സല്യൂട്ട് എറർ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം, എ മൈനസ് ബിനെ ഞാൻ ഇസഡ് ഈക്വൽ ടു എ മൈനസ് ബി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതിയിരിക്കുകയാണ്. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ ഇസഡ് ആണ്. ഡെൽറ്റ ഇസഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. ഇതാണ് എയിലും ബിയിലും ഉള്ള എറർ. സബ്ട്രാക്ഷൻ ആണ് ചെയ്തിരിക്കുന്നതെങ്കിലും എറർ എന്തേ ചെയ്യത്തുള്ളൂ? ആഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എയിലുള്ള എറർ ആണ് സ്മോൾ എ. അപ്പം ഡെൽറ്റ എനെ എനിക്ക് എന്ത് എഴുതാം? സ്മോൾ എ പ്ലസ് ഡെൽറ്റ ബിയിൽ അല്ലെങ്കിൽ ബിയിലുള്ള എറർ ആണ് ഡെൽറ്റ ബി. അതിനെ എങ്ങനെയാണ് തന്നിരിക്കുന്നത്? ബി എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ എററിനെ എനിക്ക് എന്ത് എഴുതാം? ബി എന്ന് എഴുതാം. ദെൻ അബ്സല്യൂട്ട് എറർ ഇൻ റിസൾട്ടൻ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? എ പ്ലസ് ബി. ഏത് ഓപ്ഷൻ വരും? സി ഓപ്ഷൻ. ഓക്കെ, അപ്പം എററും മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നിന്ന് അത്യാവശ്യം ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും ചോദിക്കുന്ന 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മുടെ അടുത്ത ചാപ്റ്ററാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഫിസിക്സ് ശരിക്കും പഠിച്ചു തുടങ്ങുന്നത് ഈ ഒരു ചാപ്റ്റർ തൊട്ടാണ് അല്ലേ? അതിൽ തൊട്ട് ഫ്രണ്ടിലുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ജസ്റ്റ് ഒരു ടൂളാണ്, ഒരു മാത്തമാറ്റിക്കൽ ടൂളാണ്. ഈ ഒരു ചാപ്റ്റർ തൊട്ടാണ് നമ്മൾ ആക്ച്വലി ഫിസിക്സ് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് കുറേ ബേസിക് ആയിട്ടുള്ള ടേംസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഏതൊക്കെയാണ് ആ ബേസിക് ആയിട്ടുള്ള ടേംസ്? ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ. അതിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട് ആക്സിലറേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത്. മോഷൻ കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ ആണെന്നുണ്ടെങ്കിൽ, മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിന് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയും. വേരി ചെയ്യുന്ന ആക്സിലറേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോൺ യൂണിഫോംലി അല്ലെങ്കിൽ നോൺ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയും മെയിൻ കൺസെപ്റ്റുകളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇതിൽ നിന്നും നമ്മുടെ കീം എൻട്രൻസ് എക്സാമിന് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് സ്പീഡ്.
സ്പീഡ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് സ്പീഡ്? ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡിന് ഒരു ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ നമ്മളൊക്കെ എങ്ങനെ എഴുതും? സ്പീഡ് v ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്നതാണ് എന്ത്? സ്പീഡ്. ഇതിൻ്റെ യൂണിറ്റ് എന്താ? ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് എന്ത് വരും? മീറ്റർ പെർ സെക്കൻഡ്. ഡയമെൻഷനും കൂടെ എഴുതിയാലോ നമുക്ക്? മീറ്ററിൻ്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ മീറ്റർ എന്ന് പറയുന്ന ലെങ്ത് ആണ്, ലെങ്തിൻ്റെ ഡയമെൻഷൻ L ആണ്. സെക്കൻഡ് എന്ന് പറയുന്ന ടൈമാണ്, ടൈമിൻ്റെ ഡയമെൻഷൻ T ആണ്. ഡിനോമിനേറ്ററിലായതുകൊണ്ട് ന്യൂമറേറ്ററിലേക്ക് വരുമ്പോഴത്തേക്കും റേസ് ടു -1. ഇതാണ് ഡയമെൻഷൻ ഓഫ് സ്പീഡ്. ഇനി നമുക്കറിയാം, നമ്മളൊരു വണ്ടിയൊക്കെ ഓടിച്ച് പോകുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു 30 km/h അല്ലെങ്കിൽ ഒരു 40 km/h ആയിരിക്കും മൂവ് ചെയ്യുന്നത്? അല്ല, നമ്മുടെ സ്പീഡ് നമ്മൾ വേരി ചെയ്യും. ചിലപ്പോൾ നമുക്ക് സ്ലോ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടെ സ്പീഡിൽ മൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ആ ഒരു മോഷൻ എന്ന് പറയുന്നത് എന്താ പറയുന്നത്? ഒരു റെഗുലർ അല്ല. നമ്മൾ ചിലപ്പോൾ സ്പീഡ് കൂട്ടും, ചിലപ്പോൾ നമ്മൾ സ്പീഡ് കുറയ്ക്കും. അപ്പോൾ നമുക്ക് സ്പീഡിനെ വീണ്ടും അല്ലെങ്കിൽ സ്പീഡിൻ്റെ കുറച്ച് അഡീഷണൽ ടേംസും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ സ്പീഡ് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറയും. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ പറയുവാണെന്നുണ്ടെങ്കിൽ. ഇനി അങ്ങനെയല്ല, മൊത്തത്തിലുള്ള ഒരു ആവറേജ് വാല്യൂ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ആവറേജ് സ്പീഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റിൽ പറയുവാണെങ്കിൽ, ഒരു പർട്ടിക്കുലർ ടൈമിൽ പറയുവാണെങ്കിൽ നമുക്ക് പറയാം v ഇൻസ്റ്റൻറ്റേനിയസ് ഈസ് ഈക്വൽ ടു dx/dt. എന്ത് ചെയ്യണം നമ്മൾ? ഡിസ്റ്റൻസിനെ അല്ലെങ്കിൽ പൊസിഷൻ വെക്ടറിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, അതുപോലെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. v ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടോപ്പിക്സിൽ നിന്നും കണ്ടിന്യൂസ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ നിങ്ങളോട് പറയുവാണ് t ഈസ് ഈക്വൽ ടു 1 സെക്കൻഡിലെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ എന്ത് ചെയ്തോണം? പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ടെങ്കിൽ നേരെ ഡിഫറൻഷിയേറ്റ് ചെയ്തോണം dx/dt. എന്നിട്ട് tക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന വാല്യൂസ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഇനി ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. എങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. എ കാർ ട്രാവൽസ് ഫസ്റ്റ് ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 places with a speed of 30 km/h and remaining half with a speed of 50 km/h. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കാറ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, അത് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു പൊസിഷൻ വരെ എത്തി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് സപ്പോസ് d ആണെന്ന് വിചാരിക്കാം. ടോട്ടൽ ഡിസ്റ്റൻസ് d ആണ് എങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയായിരിക്കും? d/2 ആയിരിക്കും. സെക്കൻഡ് ഹാഫ് എത്ര തന്നെയാണ്? d/2 തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് കവർ ചെയ്തിരിക്കുന്ന സ്പീഡാണ് 30 km/h. അതുപോലെ സെക്കൻഡ് ഹാഫ് കവർ ചെയ്തിരിക്കുന്ന സ്പീഡാണ് 50 km/h. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിൽ നിന്നും A പോയിന്റിൽ നിന്നും B പോയിന്റ് വരെ ആ കാർ എത്താൻ വേണ്ടി എത്രമാത്രം സ്പീഡ് ഉണ്ടായിരുന്നു? ആവറേജ് സ്പീഡ് എത്രയാണ്? അപ്പം നമുക്കറിയാം ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? V ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരുന്നു? d ആയിരുന്നു. ടോട്ടൽ ടൈമിനെ നമുക്ക് T1 + T2 എന്ന് എഴുതാം. ഓക്കെ, ഫസ്റ്റ് ഹാഫിൽ T1 ടൈം ആയിരുന്നു, സെക്കൻഡ് ഹാഫിൽ T2 ടൈം ആയിരുന്നു. ഇനി നമുക്കറിയാം സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടൈം എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ടൈം എന്ന് പറയുന്നതിനെ നമുക്ക് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് എഴുതാം. അപ്പം T1നെ നമുക്ക് എങ്ങനെ എഴുതാം? d/2/v1. അതുപോലെ T2നെ നമുക്ക് എങ്ങനെ എഴുതാം? d/2/v2. ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യത്തില്ലേ? ചെയ്യാം. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? d/T1 എന്ന് പറയുന്നത് d/2v1 പ്ലസ് d/2v2. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? d ഒക്കെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2v1 v2/v1 പ്ലസ് v2. 2v1 v2/v1 പ്ലസ് v2. ഓക്കെ, അപ്പം എക്സാമിൻ്റെ ടൈമിൽ നമ്മൾ ഇതുപോലെ ഡിറൈവ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇതൊരു ട്രിക്കാണ്. ഇത് നമുക്ക് ഡയറക്റ്റ് 2v1 v2/v1 പ്ലസ് v2 എന്ന് എഴുതാം.
ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ ആവറേജ് സ്പീഡ് 2v1 v2 by v1 plus v2 എന്ന് എഴുതുന്നത്? ആ കണ്ടീഷനാണ്. അതായത് ആവറേജ് സ്പീഡ് ഓഫ് എ ബോഡി ഇഫ് ഇറ്റ് ട്രാവൽസ് half the distance with speed v1 and other half with speed v2. പകുതി ഡിസ്റ്റൻസ് v1 സ്പീഡിലും ബാക്കി പകുതി ഡിസ്റ്റൻസ് v2 സ്പീഡിലുമാണ് ട്രാവൽ ചെയ്തത് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഇക്വേഷൻ ഡയറക്റ്റ് യൂസ് ചെയ്യാം. ഏതാ ഇക്വേഷൻ? v average is equal to 2v1 v2 by v1 plus v2. ഇത്രയും ഡിറൈവ് ചെയ്ത് വരേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് v1 ഉം v2 ഉം തന്നിട്ടുണ്ട്. എത്രയാ? ഓപ്ഷൻസും കിലോമീറ്റർ പെർ അവറിലായത് കാരണം നമ്മൾ ആ യൂണിറ്റ് കൺവേർട്ട് ചെയ്യണോ? വേണ്ട, ആവശ്യമില്ല. v1 എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 30 ആണ്. v2 എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 50 ആണ്. v1 പ്ലസ് v2 എന്ന് പറയുന്നത് 30 പ്ലസ് 50 ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൻസർ എത്ര വരും? കട്ട് ചെയ്ത് കഴിയുമ്പം ആൻസർ എത്ര വരും? 37.5 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, അപ്പം എക്സാമിന് നമുക്ക് ടൈം എന്ത് ചെയ്യാം? സേവ് ചെയ്യാം. ടൈം മാനേജ്മെൻറ്റ് എക്സാമിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇപ്പം തന്നെ പഠിച്ചു വയ്ക്കുക. ഹാഫ് ദ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന സ്പീഡ് v1 ഉം ബാക്കി ഹാഫ് ദ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന സ്പീഡ് v2 ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 2v1 v2 by v1 plus v2 ആണ്. ഓക്കെ, നമുക്ക് ആൻസർ കിട്ടി ഓപ്ഷൻ എ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത കൺസെപ്റ്റ് ആണ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. വെലോസിറ്റിക്ക് ഉണ്ടാവുന്ന ചേഞ്ച്, ടൈമിനനുസരിച്ച് ഉണ്ടാവുന്ന ചേഞ്ച് ആണ് ആക്സിലറേഷൻ. അപ്പോൾ നമുക്ക് ആക്സിലറേഷനെ എങ്ങനെ എഴുതാം? ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ dv/dt എന്ന് എഴുതാം, അല്ലെങ്കിൽ v മൈനസ് u ബൈ ടി എന്ന് എഴുതാം. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ബൈ ടൈം. ഇവിടെയും നമുക്ക് ആക്സിലറേഷനെ രണ്ടായിട്ട് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം. ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷനും അതുപോലെ ആവറേജ് ആക്സിലറേഷൻ. ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ ആക്സിലറേഷൻ. അതിനെ നമ്മൾ ഓൾറെഡി റെപ്രസെൻറ്റ് ചെയ്തു. a is equal to dv/dt. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആവറേജ് ആക്സിലറേഷനോ? ആവറേജ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് നമ്മൾ എഴുതി ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, ടോട്ടൽ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടോട്ടൽ ടൈം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരെയും കൂടെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിൽ ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് ഫോമുലയാണിത്. നമുക്ക് 3 ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ടും പഠിച്ചിരിക്കുന്നത്. പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ. അതിൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയാൻ നമുക്ക് എന്ത്? ഡിസ്റ്റൻസിന്. അതുപോലെ വെലോസിറ്റിയുടെ സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ് സ്പീഡ് എന്ന് വേണം നമുക്ക് പറയാം. ആക്സിലറേഷൻ നമ്മൾ സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവർ 3 പേരെയും കണക്ട് ചെയ്യുന്ന കുറച്ച് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ആണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ പൊസിഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നോർമലി പൊസിഷൻ വെക്ടറിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ ആർ. പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. xi പ്ലസ് yj പ്ലസ് zk എന്നാണ് പൊസിഷൻ വെക്ടർ എഴുതുന്നത് നമ്മൾ. ഓക്കെ, അപ്പം ഇവിടെ ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? dx/dt ചെയ്താൽ മതി. കറസ്പോണ്ടിങ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം? dx/dt നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി വെലോസിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. വീണ്ടും ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? dv/dt കിട്ടും. അത് ചെയ്യാൻ പറ്റും. ഇനി തിരിച്ചാണെന്നുണ്ടെങ്കിലോ? ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറയുവാണെങ്കിൽ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, തിരിച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതുപോലെ വെലോസിറ്റി തന്നു കഴിഞ്ഞാൽ പൊസിഷൻ കണ്ടുപിടിക്കാനും നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ നിർബന്ധമായിട്ടും ഈ ഒരു ഇക്വേഷൻസ് മനസ്സിൽ പഠിച്ച് മെമ്മറിയിൽ ഓർത്ത് വെച്ചിട്ടേ പോകാവുള്ളൂ. ഓക്കെ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പ്രീവിയസ് ഇയറിൽ കണ്ട ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. ദ പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ. പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ നമുക്ക് തന്നിട്ടുണ്ട്.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേർ ടി ഈസ് ഇൻ സെക്കൻഡ് ആണ്, കോഎഫിഷ്യന്റ് ഹാവ് പ്രോപ്പർ യൂണിറ്റ് ആണ്, ദെൻ ആക്സിലറേഷൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി പാർട്ടിക്കിൾ അറ്റ് ടി ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്. 2 സെക്കൻഡിൽ ഉണ്ടാവുന്ന ആക്സിലറേഷൻ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ തന്നിരിക്കുന്നത്? പൊസിഷൻ ആണ് തന്നിരിക്കുന്നത്. പൊസിഷനെ ഒന്നും കൂടെ ടൈമിനനുസരിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. വെലോസിറ്റിനെ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡബിൾ ഡിഫറൻസിയേഷൻ നടത്തിയാൽ മതി. ചെയ്താലോ? ഓക്കെ, വെലോസിറ്റി എന്ന് പറയുന്നത് dx/dt ആണ്. വെലോസിറ്റി dx/dt ആണ്. അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും d/dt ഓഫ് ടി ക്യൂബ് ഐ ക്യാപ് പ്ലസ് 2t j ക്യാപ് പ്ലസ് 3k ക്യാപ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3t² ഐ ക്യാപ് പ്ലസ് 2j ക്യാപ്. ഇതാണ് വെലോസിറ്റി. വെലോസിറ്റിനെ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? dv/dt ആണ്. dv/dt ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6t ഐ ക്യാപ്. 6t ഐ ക്യാപ്. 2 കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ആക്സിലറേഷൻ അറ്റ് ടൈം t ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്. ആക്സിലറേഷൻ അറ്റ് t ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ആക്സിലറേഷൻ കിട്ടി. എത്രയാണ്? 6t ഐ ക്യാപ്. ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. പോരെ? മതി. 6 × 2 ഐ ക്യാപ് വിച്ച് ഈസ് 12 ഐ ക്യാപ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ആക്സിലറേഷൻ 12 ആണ്. ഏത് ഡയറക്ഷനിലാണ്? ഐ ക്യാപ് ഡയറക്ഷനിലാണ്. അപ്പം 12 m/s² അലോങ് x ഡയറക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ ചാപ്റ്റർ ആണ്, മോഷൻ ഇൻ എ പ്ലെയിൻ. ഇത് ഫസ്റ്റ് 2 ചാപ്റ്ററിൻ്റെ അത്രയും ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ല. വെക്ടർ ഒക്കെ വരുന്നത് കാരണം കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന കൺസെപ്റ്റ് എല്ലാം നല്ല തറവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന 1-2 ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്ന ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമുക്ക് ആദ്യം നോക്കാം. വെക്ടേഴ്സിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. പ്രൊജക്ടൈൽ മോഷൻ പഠിക്കുന്നത് നമ്മൾ ഈ ചാപ്റ്ററിലാണ്. സർക്കുലാർ മോഷൻ പഠിക്കുന്ന ഈ ചാപ്റ്ററിലാണ്. റിലേറ്റീവ് മോഷൻ, 1 ഡയമെൻഷണൽ റിലേറ്റീവ് മോഷൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. എങ്കിലും റിലേറ്റീവ് മോഷനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു ചാപ്റ്ററിലാണ്. ഓക്കെ, അതിൽ പ്രീവിയസ് ഇയറിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് പ്രൊജക്ടൈൽ മോഷൻ. എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, അപ്പം നമുക്കറിയാം പ്രൊജക്ടൈൽ മോഷൻ എന്താണെന്നറിയാം അല്ലേ? ഒരു ഇനിഷ്യൽ വെലോസിറ്റിയിൽ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ഒരു ബോഡീനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോഡി പരാബോളിക് പാത്തായിരിക്കും ഫോളോ ചെയ്യുന്നത്. പരാബോളിക് പാത്താണ് ഫോളോ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഈ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഈ വെലോസിറ്റിനെ നമുക്ക് കമ്പോണൻസ് ഒക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനൊക്കെ അറിയാം. അലോങ് ദി എക്സ് ആക്സിസ്, ഈ ഒരു ആക്സിസിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് u cos θ വരും. അതുപോലെ വൈക്ക് എക്രോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ u sin θ എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെ കമ്പോണൻസ് ഒക്കെ ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി അറിയാം. ഇതിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്ത് വയ്ക്കേണ്ട കാര്യം, നമുക്ക് 2 ടൈപ്പ് മോഷൻ ഉണ്ട്. മുമ്പത്തെ ചാപ്റ്ററിലെ പോലെ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ അല്ല മോഷൻ. പിന്നെയോ 2 ഡയമെൻഷനിൽ നമുക്ക് മോഷൻ ഉണ്ട്. അതായത് ഇവിടെ എക്സ് ഡയറക്ഷനിൽ നമുക്ക് മോഷൻ ഉണ്ട്, വൈ ഡയറക്ഷനിലും മോഷൻ ഉണ്ട്. മീൻസ് ഹൊറിസോണ്ടൽ മോഷനും ഉണ്ട്, വെർട്ടിക്കൽ മോഷനും ഉണ്ട്. അപ്പോൾ ഈ 2 മോഷനെ നമ്മൾ എന്ത് ചെയ്യണം? ഡീൽ ചെയ്യണം. 2 മോഷനെ പറ്റി നമുക്ക് കറക്റ്റായിട്ട് അറിയണം. ഓക്കെ, അതിൽ എലോങ് ദി എക്സ് ആക്സിസ്, ഈ ഒരു ആക്സിസിലോട്ട് ഉള്ള ആ ഒരു മോഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ മോഷനാണ്. ഹൊറിസോണ്ടൽ മോഷനിൽ ആക്സിലറേഷൻ ഇല്ല. ആക്സിലറേഷൻ 0 ആണ്. ഹൊറിസോണ്ടൽ മോഷനിൽ ആക്സിലറേഷൻ 0 ആണ്. ആക്സിലറേഷൻ 0 ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ടൈപ്പ് മോഷനാണ്? യൂണിഫോം മോഷനാണ്. അപ്പോൾ നമുക്ക് പറയാം ഹൊറിസോണ്ടൽ മോഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ മോഷൻ ഓഫ് എ പ്രൊജക്ടൈൽ ഈസ് യൂണിഫോം മോഷൻ. ഹൊറിസോണ്ടൽ മോഷൻ യൂണിഫോം മോഷനാണ്. യൂണിഫോം മോഷൻ. ഓക്കെ, ഇനി അതുപോലെ വെർട്ടിക്കൽ മോഷൻ എലോങ് ദി വൈ ആക്സിസ് ആണ് വെർട്ടിക്കൽ മോഷൻ. വെർട്ടിക്കൽ മോഷൻ്റെ ആക്സിലറേഷൻ്റെ വാല്യൂ നിങ്ങൾ നോക്കിയേ, -g ആണ്. വേർ g ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഈ വെർട്ടിക്കൽ മോഷൻ എന്ന് പറയുന്നത്
-g ആണ് അവിടുത്തെ ആക്സിലറേഷൻ. ഈ ജിയുടെ വാല്യൂ നമുക്കറിയാം 9.8 ആണ്. അപ്പോൾ -g എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയാണ്? -9.8 തന്നെയാണ്. അതിനെന്തെങ്കിലും വേരിയേഷൻ വരുന്നുണ്ടോ? ഇല്ല. വിച്ച് മീൻസ് ആക്സിലറേഷൻ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണ്. കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മോഷനെ എന്ത് പറയും? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. എന്തെന്ന് പറയും? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ഓക്കെ, ഇനി ഈ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിൽ നമ്മൾ 3 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. കൈനമാറ്റിക് ഇക്വേഷൻസ്. v is equal to u plus at, s is equal to ut plus half at square, v square is equal to u square plus 2as. അങ്ങനെ 3 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിൽ എലോങ് ദി y ഡയറക്ഷൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കൈനമാറ്റിക് ഇക്വേഷൻസ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ആക്സിലറേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. എലോങ് ദി x ഡയറക്ഷൻ ആക്സിലറേഷൻ 0 ആണ്. എലോങ് ദി y ഡയറക്ഷൻ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റും കൂടെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റും. അപ്പോൾ നമ്മൾ ഓൾറെഡി വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി യുവിലാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റിനെ നമുക്ക് വെക്റ്റർ ഫോമിൽ എങ്ങനെ എഴുതാം? ഇനിഷ്യൽ വെലോസിറ്റിനെ വെക്റ്റർ ഫോമിൽ, വെക്റ്റർ എന്ന് പറയുന്നത് x കമ്പോണൻ്റ് ഉണ്ട്, കൂട്ടത്തിൽ y കമ്പോണൻ്റും ഉണ്ട്. കാരണം 2 ഡയമെൻഷണൽ മോഷൻ ആയത് കാരണം x കമ്പോണൻ്റും ഉണ്ട്, y കമ്പോണൻ്റും ഉണ്ട്. ഓക്കെ, എക്സ് കമ്പോണൻറ്റിൻ്റെ ഇക്വേഷൻ യു കോസ് തീറ്റ നമ്മൾ റിസോൾവ് ചെയ്തായിരുന്നു. അപ്പോൾ യു കോസ് തീറ്റ ഐ ക്യാപ് പ്ലസ് യു സൈൻ തീറ്റ ജെ ക്യാപ് എന്ന് എഴുതാം. യു കോസ് തീറ്റ ഐ ക്യാപ് പ്ലസ് യു സൈൻ തീറ്റ ജെ ക്യാപ്. ഓക്കെ, ഇനി ആഫ്റ്റർ എ ടൈം ടി കഴിയുമ്പോഴോ, കുറച്ച് ടൈം കഴിയുമ്പം നമ്മൾ കണ്ടു എലോങ് ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എന്തില്ല? ആക്സിലറേഷൻ ഇല്ല. ആക്സിലറേഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വെലോസിറ്റിക്ക് ഒരു ചേഞ്ച് വരണം. അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ ഇല്ല മീൻസ് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് പറയാം ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ് വിച്ച് ഈസ് ഓൾവേസ് യു കോസ് തീറ്റ. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി എപ്പോഴും എന്താണ്? യു കോസ് തീറ്റയാണ്. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി ഈസ് ഓൾവേസ് യു കോസ് തീറ്റ. എപ്പോഴും എന്ത് തന്നെയാണ്? യു കോസ് തീറ്റയാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെർട്ടിക്കൽ കമ്പോണൻറ്റോ? വെർട്ടിക്കൽ ഡയറക്ഷനിൽ നമുക്കൊരു കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ഉണ്ട്. അത് കാരണം വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി നമുക്കറിയാം വെർട്ടിക്കൽ മോഷൻ എന്ന് പറയുന്നത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. അപ്പോൾ നമുക്ക് ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? v is equal to u plus at യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റിനെ എങ്ങനെ എഴുതാം? വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് vy is equal to uyt മൈനസ് gt. സോറി, t ഇല്ല, ut v is equal to u plus at ആണല്ലോ. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത് മൈനസ് ജി ഡയറക്ഷനിലായതുകൊണ്ട് നമുക്ക് എഴുതാം uy മൈനസ് gt. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ കുറച്ചും കൂടെ ഇതായിട്ട് എഴുതാം. uy എന്ന് പറയുന്നത് എന്താണ്? u സൈൻ തീറ്റയാണ്. അപ്പോൾ u സൈൻ തീറ്റ മൈനസ് ജി ടി എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. u സൈൻ തീറ്റ മൈനസ് ജി ടി. ഇതുപോലെ തന്നെ നമുക്ക് എന്തും റെപ്രസെൻറ്റ് ചെയ്യാം? ഡിസ്പ്ലേസ്മെൻറ്റും റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പം ഇവിടെയും നമുക്ക് 2 ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട്. ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ട്, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ട്. ഓക്കെ, അപ്പം ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എഴുതുമ്പം അത് ആക്സിലറേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റിനെ എങ്ങനെ എഴുതാം? വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് എഴുതാം. ഓക്കെ, അപ്പം വെലോസിറ്റി ഏത് ഡയറക്ഷനിലുള്ള വെലോസിറ്റി നമ്മൾ എടുക്കണം? എലോങ് ദി ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനുള്ള വെലോസിറ്റീനെ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിനെ എക്സ് ഈസ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി വെർട്ടിക്കൽ ഡയറക്ഷനുള്ള മോഷൻ എങ്ങനെയാണ്? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനാണ്. ഓക്കെ, യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? കൈനമാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്യാം. ഏത് കൈനമാറ്റിക് ഇക്വേഷൻ? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ആ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ വൈ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എഴുതിയിരിക്കുവാണ്. വൈ ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് നമ്മുടെ കൈനമാറ്റിക് ഇക്വേഷൻസ് ആണ്. കൈനമാറ്റിക് ഇക്വേഷൻസ് ഏതൊക്കെയാണ്? v ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as, അതുപോലെ തന്നെ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ.
ഇതെവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിൽ. അതായത് വെൻ ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയിട്ടുള്ള മോഷനിൽ നമ്മൾ വെലോസിറ്റി, അതുപോലെ ഡിസ്റ്റൻസ്, ടൈം ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കൈനമാറ്റിക് ഇക്വേഷൻസ്. അപ്പോൾ ഇവിടെ പ്രൊജക്ടൈൽ മോഷൻ വരുമ്പം വെർട്ടിക്കൽ ഡയറക്ഷൻ എന്ന് പറയുന്നത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ വരുന്നത് യൂണിഫോം മോഷൻ, ആക്സിലറേഷൻ 0 ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും നമ്മൾ കമ്പൽസറി ആയിട്ട് നിർബന്ധമായിട്ടും പഠിച്ചു വെച്ച് മെമ്മറിയിൽ ഓർത്ത് വയ്ക്കേണ്ട 3 ഇക്വേഷൻസ് ഉണ്ട്. ഏതൊക്കെയാ? ടൈം ഓഫ് ഫ്ലൈറ്റ്, റേഞ്ച്, ഹൈറ്റ്. ഈ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഇക്വേഷൻസ് എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, ഇതുപോലെ തന്നെ പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് എക്സാമിൻ്റെ സമയമാകുമ്പോഴത്തേക്കും ഡയറക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഓരോ ടേമും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമേ നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് പറയാം. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു ഇനിഷ്യൽ വെലോസിറ്റിയിൽ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യിപ്പിച്ചു. അങ്ങനെ ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്തു? പ്രൊജക്റ്റ് ചെയ്തു. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ടൈം t ഈസ് ഈക്വൽ ടു 0 സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. അത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ചെന്ത് ചെയ്യും? ഗ്രൗണ്ടിൽ വന്ന് വീഴും അല്ലേ? അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് പാത്തിന് വേണ്ടി എടുക്കുന്ന ടൈം, അത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടോട്ടൽ ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടൈം ഓഫ് ഫ്ലൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? t ഈസ് ഈക്വൽ ടു 2u sin theta by g, വേർ u എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യൽ സ്പീഡാണ്, അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റി ആണ് എന്ത്? u. g എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ആംഗിൾ ആണ് എന്ത്? തീറ്റ. അതുപോലെ തന്നെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തു, നമ്മളൊരു പ്രൊജക്ടൈൽ മോഷൻ നടത്തി. ഇങ്ങനെ നമ്മളൊരു പ്രൊജക്ടൈൽ മോഷൻ നടത്തി. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എൻഡ് ചെയ്യാൻ എടുത്ത സമയമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം y ഡയറക്ഷനിലുള്ള ആ ഒരു ഹൈറ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്ത് ഇവിടെയൊക്കെ എത്തുമ്പോഴത്തേക്ക് ഒരു മാക്സിമം ഹൈറ്റിലെത്തും. ഓക്കെ, അപ്പം ഗ്രൗണ്ടിൽ നിന്നുമുള്ള മാക്സിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാക്സിമം ഹൈറ്റ് ഓഫ് ദി പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. ഗ്രൗണ്ടിൽ നിന്നും എത്രമാത്രം ഉയരത്തിലേക്കാണ് ആ ഒരു പ്രൊജക്ടൈൽ ഹൈറ്റ് ഉയർന്നത് എന്ന് പറയുന്നതാണ് മാക്സിമം ഹൈറ്റ്. ഓക്കെ, അതുപോലത്തെ മൂന്നാമത്തെ ടേം ആണ് ഹൊറിസോണ്ടൽ റേഞ്ച്. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എത്രമാത്രം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് ആ ഒരു പ്രൊജക്ടൈൽ കവർ ചെയ്ത്, അതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ റേഞ്ച്. അപ്പോൾ ഈ 3 ഇക്വേഷൻസും നിങ്ങൾ നല്ല പോലെ തറവായിട്ട് കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ പ്രീവിയസ് ഇയറിൽ പലതവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ക്വാണ്ടിറ്റിയാണ് എനർജി. ഈ ഒരു പ്രൊജക്ടൈൽ മോഷൻ നടക്കുമ്പം ഉണ്ടാവുന്ന എനർജി, ഓരോ പോയിന്റിലും ഉണ്ടാവുന്ന എനർജി. അവിടെ ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റുമാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനിഷ്യൽ പോയിന്റിൽ നമ്മളൊരു ഇനിഷ്യൽ വെലോസിറ്റിയിലാണ് ഇതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ വെലോസിറ്റി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തുണ്ട്? കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പോൾ കൈനറ്റിക് എനർജി എങ്ങനെ എഴുതാം? കൈനറ്റിക് എനർജി ഈസ് ഓൾവേസ് ½ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിന് എപ്പോഴും ഉള്ള എനർജിയാണ് കൈനറ്റിക് എനർജി, വിച്ച് ഈസ് ഓൾവേസ് ½ അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ആംഗിൾ u ആയതുകൊണ്ട് നമുക്കതിനെ എന്തെന്ന് എഴുതാം? ½ ഇനി ഇനിഷ്യലി അതൊരു പർട്ടിക്കുലർ ഹൈറ്റിലല്ല നിൽക്കുന്നത്, അത് ഗ്രൗണ്ടിലാണ്. ആ ഒരു ബോഡി ഗ്രൗണ്ടിലാണ്. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? 0. ഇനി നമുക്കറിയാം ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ എനർജിനെ എങ്ങനെ എഴുതാം? ½ ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഫൈനൽ പൊസിഷനിൽ തിരിച്ചത് ഗ്രൗണ്ടിൽ എത്തിക്കഴിയുമ്പോഴുള്ള ആ ഒരു ഫൈനൽ പൊസിഷനിലെ എനർജീസും എഴുതാം. ഫൈനൽ പൊസിഷനിലെ എനർജീസ് ആണ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ cos² തീറ്റ. അതുപോലെ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ½ sin² തീറ്റ. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആംഗിളിലേക്ക് ചോദിക്കുവാണെങ്കിൽ, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലേക്ക് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻസ് ഒക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ ടോട്ടൽ എനർജി എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്, വിച്ച് മീൻസ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈസ് കൺസേർവ്ഡ് ഡ്യൂറിങ് എ പ്രൊജക്ടൈൽ മോഷൻ. പ്രൊജക്ടൈൽ മോഷനിൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്താണ്? ഒരു കൺസേർവ്ഡ് ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് ടോട്ടൽ എനർജി എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ തന്നെയാണ്.
ഓക്കെ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ ഇപ്പം നമ്മൾ പറഞ്ഞ പല ഇക്വേഷൻസ് കണക്ട് ചെയ്ത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. 2 projectiles ഓഫ് സെയിം മാസ് ഉള്ള 2 പ്രൊജക്ടൈൽ ഹാവ് ദെയർ മാക്സിമം കൈനറ്റിക് എനർജീസ് ഇൻ ദ റേഷ്യോ 4:1. മാക്സിമം കൈനറ്റിക് എനർജിയുടെ റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കൈനറ്റിക് എനർജിയുടെ റേഷ്യോ എഴുതിയേക്കാം. നമുക്ക് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഫസ്റ്റ് ബോഡി ബൈ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് സെക്കൻഡ് ബോഡി എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് 4/1 ആണ്. ഓക്കെ, മാക്സിമം കൈനറ്റിക് എനർജിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് എം u1² ബൈ ഹാഫ് എം u2². മാസ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ സെയിം മാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സെയിം ക്വാണ്ടിറ്റീസ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് കിട്ടും u1² ബൈ u2² എന്ന് പറയുന്നത് 4/1 ആണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് അടുത്ത കണ്ടീഷൻ വായിക്കാം. റേഷ്യോ ഓഫ് ദിയർ മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റ് തന്നിട്ടുണ്ട്. മാക്സിമം ഹൈറ്റ് ഓഫ് 1 ബൈ മാക്സിമം ഹൈറ്റ് ഓഫ് 2 എന്ന് പറയുന്നത് u². ഇനിഷ്യൽ സ്പീഡ് 2 ആണ്. u² sin² θ1 ബൈ 2g ഡിവൈഡഡ് ബൈ u2² sin² θ2 ഡിവൈഡഡ് ബൈ 2g. ഇതിലെ നമുക്ക് സെയിം ക്വാണ്ടിറ്റീസിനെ വെട്ടിക്കളയാം. ഇവർ തമ്മിലുള്ള റേഷ്യോ ആണ് നമുക്ക് തന്നിരിക്കുന്നത്, അതും 4:1 തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടും u² sin² നമുക്ക് എന്താ കിട്ടുന്നത്? u1² sin² θ1 ബൈ u2² sin² θ2 ഈക്വൽ ടു 4/1 എന്ന് കിട്ടും. ഇനി ഈ u1² ബൈ u2² എന്ന് പറയുന്നത് 4/1 തന്നെയല്ലേ? അതെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് sin θ1 ഈക്വൽ ടു sin θ2 എന്ന് എഴുതത്തില്ലേ? എഴുതാം. അപ്പം θ1 ഈക്വൽ ടു θ2 അല്ലേ? അതെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? റേഷ്യോ ഓഫ് ദെയർ റേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് r1/r2 എന്ന് എഴുതാലോ? നമുക്ക് എഴുതാം. ഓക്കെ, എങ്ങനെ എഴുതാം? r1/r2 വിച്ച് ഈസ് ഈക്വൽ ടു u1² sin 2θ1 ബൈ g ഡിവൈഡഡ് ബൈ u2² sin 2θ2 ബൈ g. ഓക്കെ, അതിൽ θ1ഉം θ2ഉം സെയിം ആണ്. അപ്പോൾ sin 2θ1ഉം sin 2θ2ഉം കട്ട് ചെയ്ത് കളയാം. gയും കട്ട് ചെയ്ത് കളയാം. u1² ബൈ u2² ദേ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ്? 4/1 ആണ്. അപ്പോൾ ഇവിടുത്തെ റേഷ്യോയും എത്ര തന്നെയാണ്? 4/1 അല്ലെങ്കിൽ 4:1 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇവിടെ നോക്കിയേ, കൈനറ്റിക് എനർജി അറിയണം, ഹൈറ്റ് അറിയണം, റേഞ്ച് അറിയണം. ഈ 3 ഇക്വേഷനും അറിയാമെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിലെ പ്രൊജക്ടൈൽ മോഷനിലെ ഇക്വേഷൻസ് എല്ലാം നല്ല തറവായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടോപ്പിക് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, എങ്കിലും നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. ഓക്കെ, റിലേറ്റീവ് മോഷൻ ഒരിക്കലും എന്താ അല്ലെങ്കിൽ റെസ്റ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ ഇല്ല. എല്ലാ മോഷനും എന്താണ്? റിലേറ്റീവ് ആണ്. എല്ലാം നമ്മൾ വിത്ത് റെസ്പെക്റ്റീവ് ആണ് പറയുന്നത്. ഇപ്പം നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് എങ്ങനെ മനസ്സിലാവുന്നത്? നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോഴാണ് അല്ലേ? പുറത്തോട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഫ്രണ്ടിലോട്ട് പോകും, അവിടെ റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റ് എല്ലാം അവിടെ നിൽക്കും. അപ്പം വിത്ത് റെസ്പെക്ട് ടു ബിൽഡിംഗ് അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ഒരു മരം ഒക്കെയാണ് നമ്മൾ പറയുന്നത് എന്ത്? നമ്മൾ മോഷനിലാന്നുള്ള കാര്യം. അപ്പോൾ ഈ മോഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്ത് ക്വാണ്ടിറ്റിയാണ്? ഒരു റിലേറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി നമുക്ക് ഡിഫൈൻ ചെയ്യാം. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുന്നത്, എയും ബിയും 2 പാർട്ടിക്കിൾസ് ആണ്, രണ്ടുപേരും മൂവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുന്നത് VA മൈനസ് VB ആണ്. ഈ ഒരു സിമ്പിൾ ഇക്വേഷൻ മാത്രമാണ് നമുക്ക് റിലേറ്റീവ് മോഷനിൽ പഠിക്കാനുള്ളത്. ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടെ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ ട്രെയിൻ ഓഫ് 150 meter in length going towards north and at a speed of 10 meter per second, a parrot flies at the speed of 5 meter per second towards south direction parallel to the railway track. Time taken by the parrot to cross the track. അതായത് ഒരു ട്രെയിന് 150 മീറ്റർ ഉള്ള ഒരു ട്രെയിന് എങ്ങോട്ടേക്ക് പോവുകയാണ്? നോർത്തിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ 150 മീറ്റർ ആണ്, നോർത്തിലേക്കാണത് പോകുന്നത് വിത്ത് എ സ്പീഡ് ഓഫ് 10 meter per second. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു തത്ത എന്ത് ചെയ്യുവാണ്? 5 meter per second സൗത്തിലേക്ക് ട്രാവൽ ചെയ്യുവാണ്, സൗത്ത് ഡയറക്ഷനിലേക്ക് ട്രാവൽ ചെയ്യുവാണ് 5 meter per second. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പാരറ്റിന്
ട്രെയിൻ ക്രോസ് ചെയ്യാൻ വേണ്ടി എത്രമാത്രം സമയം എടുക്കുമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വെലോസിറ്റി ഓഫ് പാരറ്റ് വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? വെലോസിറ്റി ഓഫ് പാരറ്റ് മൈനസ് വെലോസിറ്റി ഓഫ് ട്രെയിൻ. ഓക്കെ, വെലോസിറ്റി ഓഫ് പാരറ്റ് എത്രയാണ്? 5 ആണ്. വെലോസിറ്റി ഓഫ് ട്രെയിൻ എത്രയാണ്? വെലോസിറ്റി ഓഫ് ട്രെയിൻ 10 ആണ്, മൈനസ്. ഇനി നോക്കിയേ, ഇവിടെ നമുക്ക് ഡയറക്ഷൻ കാണിച്ചിട്ടില്ലേ? ട്രെയിൻ മേളിലോട്ട് പോവുകയാണ്, നോർത്തിലേക്ക് പോവുകയാണ്, പാരറ്റ് സൗത്തിലേക്ക് വരുവാണ്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്ഷനും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം മേളിലോട്ടുള്ള ഡയറക്ഷനെ ഞാൻ നെഗറ്റീവായിട്ട് ഇട്ടു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി എനിക്ക് എത്ര കിട്ടും? 15 മീറ്റർ പെർ സെക്കൻഡ് റിലേറ്റീവ് വെലോസിറ്റി കിട്ടി. ഇതാണോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? അല്ല. നമുക്ക് വേണ്ടത് എന്താ? ടൈമാണ് വേണ്ടത്. അപ്പം നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലേ? അപ്പം ടൈമിനെ നമുക്ക് എങ്ങനെ എഴുതാം? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ഡിസ്റ്റൻസ് എത്രയാണ്? പാരറ്റ് കവർ ചെയ്യേണ്ട ഡിസ്റ്റൻസ് എത്രയാണ്? ആ ട്രെയിനിൻ്റെ ലെങ്ത് ആണ് 150 മീറ്റർ ആണ്. അപ്പം 150 ഡിവൈഡഡ് ബൈ 15 എത്ര കിട്ടും? 10 സെക്കൻഡ്സ്. അപ്പം 10 സെക്കൻഡ് കൊണ്ട് പാരറ്റ് എന്ത് ചെയ്യും? ട്രെയിൻ കവർ ചെയ്ത് വരും. ഓക്കെ, കുറച്ചും കൂടെ ടഫായിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. റിലേറ്റീവ് വെലോസിറ്റി തന്നെ നമ്മളിപ്പം പറഞ്ഞ സെയിം കൺസെപ്റ്റ് തന്നെയാണ്, എങ്കിലും നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. നമുക്ക് ആ ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. എ പാർട്ടിക്കിൾ എ മൂവ്സ് ഡ്യൂ നോർത്ത്. പാർട്ടിക്കിൾ എങ്ങോട്ട് പോവാണ്? നോർത്തിലേക്ക് പോവുകയാണ്. നോർത്തിലേക്ക് പോകുന്നു വിത്ത് 3 km/h സ്പീഡ്. 3 km/h സ്പീഡിലാണ് പോകുന്നത്. അനദർ പാർട്ടിക്കിൾ ബി മൂവ്സ് ടുവേഴ്സ് വെസ്റ്റ്. അടുത്ത പാർട്ടിക്കിൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഡയറക്ഷൻ തന്നെ കാണിക്കാം. ഇത് നോർത്ത്, ഇത് സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ഡയറക്ഷൻ അറിഞ്ഞിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പാടാണ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, നോർത്തിലേക്ക് 3 km/h പാർട്ടിക്കിൾ എ മൂവ് ചെയ്യുവാണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് എ എന്ന് പറയുന്നത് നമുക്ക് 3 km/h എന്ന് എഴുതാം. ബി പാർട്ടിക്കിൾ എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? 4 km വെസ്റ്റിലേക്ക്, ഇങ്ങോട്ടേക്ക് 4 km/h മൂവ് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വി എ മൈനസ് വി ബി. വി എ മൈനസ് വി ബി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വി എ മൈനസ് വി ബി എന്ന് എഴുതുമ്പം നമുക്കിവിടെ നമ്മൾ വരച്ച ഫിഗറിൽ നമുക്ക് ആ മൈനസ് വി ബി മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ വി എ, ഇതാണ് വി എ. ഓക്കെ, ഇതാണ് നമ്മുടെ വി ബി. ദിസ് ഈസ് വി ബി. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൈനസ് വി ബി എങ്ങോട്ടായിരിക്കും? മൈനസ് വി ബി ദേ ഈ ഡയറക്ഷനിലായിരിക്കും. ഈ ഡയറക്ഷനിലാണ് മൈനസ് വി ബി. ഈ ഡയറക്ഷനിലാണ് മൈനസ് വി ബി. അങ്ങനെയാണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് നെറ്റ് എഫക്റ്റ് അല്ലേ? നെറ്റ് എഫക്റ്റ് എങ്ങോട്ട് വരും? ദേ ഈ ഡയറക്ഷനിൽ വരും നെറ്റ് എഫക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പൈതഗോറസ് തിയറം യൂസ് ചെയ്യാം. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 ആണ്. ഈ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഹൈപ്പോട്ടന്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാം? വി എ ബി ഈക്വൽ ടു √3² + 4² അല്ലേ? അതെ, 3² + 4² എത്ര വരും? 5 m/s. അപ്പം നമുക്ക് എന്ത് കിട്ടി? മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഡയറക്ഷൻ അറിയണ്ടേ? അറിയണം. ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഇതൊരു 3, 4, 5 ട്രയാങ്കിൾ ആണ് അല്ലേ? ഇതെന്തൊരു ട്രയാങ്കിൾ ആണ്? 3, 4, 5 ട്രയാങ്കിൾ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 3, 4, 5 ട്രയാങ്കിൾ എന്ന് പറയുന്നത് 37 ഡിഗ്രി 54 ഡിഗ്രി ട്രയാങ്കിൾ ആണ് അല്ലേ? അപ്പോൾ ആ വാല്യൂസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ആംഗിൾ കണ്ടുപിടിക്കാം. ആംഗിൾ എന്ന് പറയുമ്പം ഇത് എത്ര കിട്ടും? ഇതെന്ന് പറയുന്നത് 3യുടെ അല്ലെങ്കിൽ 37 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് എന്ത്? 3 ഡിഗ്രി അല്ല 3 വരുന്നത്. അപ്പം 37 ഡിഗ്രിയാണ് ഈ ആംഗിൾ. ഓക്കെ, അപ്പം 37 ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട്. 37 ഡിഗ്രി തന്നിരിക്കുന്നത് എങ്ങനെയാണ്? 37 ഡിഗ്രി വന്നിരിക്കുന്നത് 5 km/h. 37 ഡിഗ്രി നോർത്ത് ഓഫ് ഈസ്റ്റ് ഉണ്ട്. അതുപോലെ 5 km/h 37 ഡിഗ്രി സൗത്ത് ഓഫ് ഈസ്റ്റും ഉണ്ട്. ഇത് രണ്ടിൽ ഏത് നിങ്ങൾ മാർക്ക് ചെയ്യും? അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്ഷൻ അറിയണം. ഇവിടുത്തെ ഏതാ ഡയറക്ഷൻ? നോർത്ത് ഓഫ് ഈസ്റ്റ്. ഈസ്റ്റിൽ നിന്ന് നോർത്തിലേക്കാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? നോർത്ത് ഓഫ് ഈസ്റ്റ് ആണ് ആൻസർ. ഓക്കെ, ഇവിടെ വെക്ടറിൻ്റെ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേറ്റീവ് വെലോസിറ്റി പ്രോബ്ലം ആണ് റിവർ ബോട്ട് പ്രോബ്ലം. അതായത് നമുക്കിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു റിവർ ഉണ്ട്. റിവർ ഫ്ലോയിങ് വിത്ത് എ വെലോസിറ്റി വി ആർ.
ഇനി ഇങ്ങനെ ഒരാൾ ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് ഇങ്ങനെ ഒരാൾ റിവർ ക്രോസ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ബോട്ട് ക്രോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇങ്ങോട്ട് ബോട്ട് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും ആക്ച്വലി ഇങ്ങോട്ടേക്ക് വെള്ളം അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നത് കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിക്ക് അങ്ങോട്ടേക്ക് ആയിരിക്കത്തില്ല മൂവ്മെൻറ്റ് വരുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും മൂവ്മെൻറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആംഗിള് തീറ്റയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ വി ബി കോസ് തീറ്റ എന്നും ഈ കമ്പോണന്റിനെ നമുക്ക് വി ബി സൈൻ തീറ്റ എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. ടു ക്രോസ് ദ റിവർ എലോങ് ദി ഷോർട്ടസ്റ്റ് പാത്ത്. ഷോർട്ടസ്റ്റ് പാത്തിൽ കൂടെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് പാത്ത് എത്രയാണെന്ന് എങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഷോർട്ടസ്റ്റ് പാത്ത് കിട്ടുമെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാണ്. ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫിഗർ വരയ്ക്കുവാണ്. നമുക്കറിയാം ഇത് നമ്മുടെ റിവർ ഫ്ലോ ചെയ്യുന്ന സ്പീഡാണ് VR എന്ന് പറയുന്ന സ്പീഡ്. സപ്പോസ് ഈ റിവറിൻ്റെ വിഡ്ത്ത്, ഈ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് D ആണെന്ന് വിചാരിക്കാം. റിവറിൻ്റെ വിഡ്ത്ത് D ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക്, ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്കാണ് റിവർ അല്ലെങ്കിൽ ബോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ അയാൾ എവിടെയായിരിക്കും എത്തുന്നത്? നേരെ പോയി കഴിഞ്ഞാൽ ഈ ഇങ്ങോട്ടേക്ക് വാട്ടർ മൂവ് ചെയ്യുന്നത് കാരണം നേരെ പോയി കഴിഞ്ഞാൽ കറക്റ്റ് പോയിന്റിൽ എത്തുമോ? ഇല്ല. നേരെ പോയി കഴിഞ്ഞാൽ അയാൾ ചെന്നെത്തുന്നത് ഈ പോയിന്റിലായിരിക്കും ചെന്നെത്തുന്നത്. ഓക്കെ, ഈ പോയിന്റിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ വേണം ബോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി. ആ ആംഗിളാണ് തീറ്റ. ഒരു പർട്ടിക്കുലർ ആംഗിളിൽ വേണം ബോട്ട് മൂവ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഈ കമ്പോണൻറ്റിനെ എന്തെടുക്കാം? വി ബി കോസ് തീറ്റ. ഇത് നമ്മുടെ വി ബി ആണ്, വെലോസിറ്റി ഓഫ് ബോട്ട്. ഈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് വി ബി സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ടേക്കാണ് നമ്മുടെ റിവർ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ റിവറിൻ്റെ വെലോസിറ്റി VR എന്ന് എഴുതാം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എഴുതാം VR ഈക്വൽ ടു വി ബി സൈൻ തീറ്റ. VR ഈക്വൽ ടു വി ബി സൈൻ തീറ്റ. അല്ലെങ്കിൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതാം? നമുക്ക് സൈൻ തീറ്റ എന്ന് പറയുന്നത് VR ബൈ വി ബി എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിൽ എത്താൻ വേണ്ടിയിട്ട് എത്രമാത്രം ടൈം എടുക്കുമെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ടൈം ടു റീച്ച് ഫ്രം ദിസ് പോയിന്റ് ടു ദിസ് പോയിന്റ് എത്രയാണെന്ന് നോക്കാം. ടൈം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടൈം എന്ന് പറയുന്നത് ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓൾറെഡി അതിൻ്റെ വിഡ്ത്ത് ആണ്, വിച്ച് ഈസ് D തന്നെ. വെലോസിറ്റി എന്ന് പറയുന്നത് ഏത് കമ്പോണൻറ്റ് വേണം? ഈ കമ്പോണൻറ്റ് വേണം. അതേതാ? വി ബി കോസ് തീറ്റ. വി ബി കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനൊക്കെ വെച്ച് എഴുതുവാണെന്നുണ്ടെങ്കിൽ ഈ ബി കോസ് തീറ്റാനെ അല്ലെങ്കിൽ കോസ് തീറ്റാനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം വി ബി ഇൻറ്റു 1 മൈനസ് VR² ബൈ വി ബി സ്ക്വയറിൻ്റെ റൂട്ട്. ഇത് സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ ടൈം ടു റീച്ച് അറ്റ് ദി അതർ എൻഡ് എന്ന് പറയുന്നത് D ബൈ വി ബി സ്ക്വയർ മൈനസ് VR² റൂട്ട്. ഇതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം. ഇതുപോലെ തന്നെ നമുക്ക് ഷോർട്ടസ്റ്റ് ടൈമും എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഷോർട്ടസ്റ്റ് ടൈമും കൂടി എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഒരു റിവർ കൺസിഡർ ചെയ്യുന്നു. റിവർ ഫ്ലോയിങ് വിത്ത് എ വെലോസിറ്റി VR വെലോസിറ്റിയിലാണ് ഫ്ലോ ചെയ്യുന്നത്. റിവറിൻ്റെ വിഡ്ത്ത് വീണ്ടും എന്ത് തന്നെയാണ്? D തന്നെയാണ് വിഡ്ത്ത്. ഓക്കെ, അപ്പോൾ ഷോർട്ടസ്റ്റ് ടൈമിൽ ഇത് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ്, A എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും B എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവർ ഷോർട്ടസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ നേരെ പോകണം. ഫ്ലോയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട്, ഇങ്ങോട്ടാണ് റിവർ ഫ്ലോ ചെയ്യുന്നത്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം നമ്മൾ ട്രാവൽ ചെയ്യാൻ. പക്ഷേ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും, ബോട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ആക്ച്വലി ബോട്ട് ആ ഒരു ഡയറക്ഷനിൽ Bയിൽ എത്തുമോ? ഇല്ല. പകരം എവിടെയാണ് എത്തുന്നത്? ഇപ്പുറത്തെ സൈഡിലേക്കാണ് എത്തുന്നത്. ഈ ഡിസ്റ്റൻസിനൊരു ഇത് കണ്ടോ, നമ്മൾ ഉദ്ദേശിച്ച സ്ഥലവും നമ്മൾ എത്തിയ സ്ഥലവും തമ്മിൽ ഡിഫറൻസ് ഉണ്ടല്ലേ? ആ ഡിഫറൻസിന് നമ്മൾ പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ്. ഈ ഡിഫറൻസിന് നമ്മൾ പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടൈം കാൽക്കുലേറ്റ് ചെയ്യാം. മിനിമം ടൈം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. മിനിമം ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ്. വെലോസിറ്റി ബോട്ടിൻ്റെ വെലോസിറ്റി, അപ്പം D ബൈ വി ബി എന്ന് എഴുതാം. അതുപോലെ ഈ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ഈ X ഡയറക്ഷനുള്ള അല്ലെങ്കിൽ ഈ ഡയറക്ഷനുള്ള വെലോസിറ്റി ഇൻറ്റു ടൈം.
ആ ഡയറക്ഷനുള്ള വെലോസിറ്റി എന്താണ്? VR ആണ് ഇൻറ്റു ടൈം t മിനിമം വിച്ച് ഈസ് ഈക്വൽ ടു VR ഇൻറ്റു d ബൈ VB, അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് d ഇൻറ്റു VR ബൈ VB ആണ്. d ഇൻറ്റു VR ബൈ VB. ഓക്കെ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണിത്. ഇതും കൂടെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. നോക്കിയേ, എ മാൻ സ്വിം അറ്റ് 60 km/h ഇൻ സ്റ്റിൽ വാട്ടർ. 6 km/h സ്വിം ചെയ്യുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിവർ ഫ്ലോ ചെയ്യുന്ന റേറ്റ് ആണ് 8 km/h. ഫൈൻഡ് ദ മിനിമം ടൈം ഹി ടേക്സ് ടു ക്രോസ് എ 24 km വൈഡ് റിവർ. മിനിമം ടൈം കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ എങ്ങനെ സ്വിം ചെയ്യണം? റിവർ ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് സ്വിം ചെയ്യണം. അപ്പം റിവർ നമ്മൾ വരച്ചു. റിവറിൻ്റെ വിഡ്ത്ത് 24 km ആണ്. 24 km വിഡ്ത്തിലാണ് റിവർ ഉള്ളത്. അപ്പോൾ റിവർ ഇങ്ങോട്ടേക്കാണ് ഫ്ലോ ചെയ്യുന്നത് വിത്ത് എ റേറ്റ്. റിവറിൻ്റെ ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് 8 km/h ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിനിമം ടൈമിൽ എത്തണമെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യണം. പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്ന വിത്ത് എ വെലോസിറ്റി 6 km/h ആണ്. ഓക്കെ, അപ്പോൾ മിനിമം ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ് മിനിമം ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? മിനിമം ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എത്രയാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 24 ആണ്. അയാളുടെ സ്പീഡ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 24/6 എന്ന് പറയുന്നത് 4 സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്ക് ടൈം കിട്ടും. 4 സെക്കൻഡ്, സോറി, നമുക്ക് അവറിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതെന്താണ്? 4 അവറാണ്. 4 മണിക്കൂർ കൊണ്ടാണ് അയാൾ അപ്പറെ റിവർ കടന്ന് ചെല്ലുന്നത്. ഇനി നമ്മളോട് അടുത്തൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഈസ് ദെയർ എനി ഡ്രിഫ്റ്റ് ഉണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ചെല്ലത്തില്ല. പകരം ഈ ഒരു പാത്തായിരിക്കും ഫോളോ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഒരു ഡ്രിഫ്റ്റ് ഉണ്ടായിരിക്കും. ഈ ഡ്രിഫ്റ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഡ്രിഫ്റ്റ് ഈക്വൽ ടു, ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ഈ വെലോസിറ്റി എത്രയാണ്? VR ആണ്. VR ഇൻറ്റു t മിനിമം. VR എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. 8 ഇൻറ്റു 4 എന്ന് പറയുന്നത് 32 km ആണ് അപ്പോൾ ഉണ്ടാവുന്ന ഡ്രിഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഏത് ഓപ്ഷൻ വരും? മിനിമം ടൈം എന്ന് പറയുന്നത് 4 അവർ ആണ്. ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് 32 km. ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ നമ്മൾ +1 ഫിസിക്സിലെ അത്യാവശ്യം ചാപ്റ്ററുകൾ കവർ ചെയ്തു. ഇനി നമുക്ക് പറയാനുള്ളത് സർക്കുലാർ മോഷൻ ആണ്. എന്താണ് സർക്കുലാർ മോഷൻ? സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിൾ ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ കൂടെ മൂവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ എന്തെന്ന് പറയും? സർക്കുലാർ മോഷൻ എന്ന് പറയും. സർക്കുലാർ മോഷനിൽ നമ്മൾ നോർമലി സ്ട്രെയിറ്റ് ലൈനിൽ പറഞ്ഞ ടേംസ് തന്നെ പറയുന്നുണ്ട്. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ വരുന്ന ഒരു വ്യത്യാസം, ഡിസ്പ്ലേസ്മെൻറ്റ് നോർമൽ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ല നമ്മൾ പറയുന്നത്, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ആണ് പറയുന്നത്, വിച്ച് ഈസ് തീറ്റ. അതുപോലെ വെലോസിറ്റി നോർമൽ വെലോസിറ്റി അല്ല, ആംഗുലാർ വെലോസിറ്റി ആണ്, വിച്ച് ഈസ് ഒമേഗ. ഓക്കെ, ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ പൊസിഷനാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും ആവറേജ് ആംഗുലാർ വെലോസിറ്റിയും എഴുതാം. ഇവിടെ വരുമ്പോഴത്തേക്കും ഇൻസ്റ്റൻറ്റേനിയസ് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ d(θ/dt), ആവറേജ് വെലോസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും (Δθ/Δt). ഇനി നമുക്കറിയാം ഒരു സർക്കുലാർ മോഷൻ ഫോളോ ചെയ്യുമ്പോൾ അത് റൊട്ടേഷൻ ആണ് അല്ലേ? റൊട്ടേറ്റ് ചെയ്യുവാണ് അല്ലെങ്കിൽ റിവോൾവ് ചെയ്യുവാണ്. അങ്ങനെ റിവോൾവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് 2 ടേംസും കൂടെ അഡീഷണൽ ആയിട്ട് പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ടേംസ് അഡീഷണൽ ആയിട്ട് പഠിക്കാം. ടൈം പീരീഡും ഫ്രീക്വൻസിയും. എന്താ ടൈം പീരീഡ്? ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമാണ് എന്ത്? ടൈം പീരീഡ്. ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം. അതുപോലെ ഫ്രീക്വൻസി എന്താണ്? നമ്പർ ഓഫ് റൊട്ടേഷൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ സെക്കൻഡ് ആണ് ഫ്രീക്വൻസി. ഇനി ഈ പറഞ്ഞ ആംഗുലാർ വെലോസിറ്റിയും ടൈം പീരീഡും ഫ്രീക്വൻസിയും തമ്മിലൊക്കെ റിലേഷൻ ഉണ്ട്. എന്താ റിലേഷൻ? ടൈം പീരീഡ് എന്ന് പറയുന്നത് 1/ഫ്രീക്വൻസി. ടൈം പീരീഡിനെ ക്യാപിറ്റൽ T എന്നും ഫ്രീക്വൻസിനെ ന്യൂ എന്നും റെപ്രസെൻ്റ് ചെയ്യുവാണ്. അപ്പം ടൈം പീരീഡ് എന്ന് പറയുന്നത് 1/ഫ്രീക്വൻസി ആണ്. അതുപോലെ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് 2π × ന്യൂ ആണ്. അല്ലെങ്കിൽ ടൈം പീരീഡ് എന്ന് പറയുന്നതിനെ നമുക്ക് 2π/ω എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അങ്ങനെ ഇവർ 3 പേരും തമ്മിലെ കുറച്ച് റിലേഷൻസ് ആണ്. ഈ റിലേഷൻസ് വെച്ചിട്ട് നമ്മളോട് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നോക്കിയാൽ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ
two particles A and B are moving in uniform circular motion in concentric circles of radii RA and RB with a speed VA and VB respectively. Time period of rotation is same for both A and B. എയ്ക്കും ബിക്കും ഉള്ള ടൈം പീരീഡ് സെയിം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടി എ ഈക്വൽ ടു ടി ബി എന്ന് എഴുതത്തില്ലേ? എഴുതാം. എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ആംഗുലാർ സ്പീഡ്, അതായത് ഒമേഗ വാല്യൂസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം ടൈം പീരീഡ് ഒമേഗയും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? 2π ബൈ ഒമേഗയാണ്. അപ്പം നമുക്ക് എഴുതാം 2π ബൈ ഒമേഗ എ ഈക്വൽ ടു 2π ബൈ ഒമേഗ ബി. 2πയും 2πയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പം നമുക്ക് കിട്ടും ഒമേഗ എ ഈക്വൽ ടു ഒമേഗ ബി. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? 1:1. ഇവർ തമ്മിലുള്ള റേഷ്യോ 1:1. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്ലസ് വണ്ണിലെ ആദ്യത്തെ 3 ചാപ്റ്ററിൻ്റെ അകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കേണ്ട കുറച്ച് ടോപ്പിക്. അപ്പോൾ നിങ്ങൾ നല്ലപോലെ ഈ പ്ലസ് 1 ടോപ്പിക്സ് റിവൈസ് ചെയ്യുക. എന്നിട്ട് കീം എക്സാം അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യുക. നമ്മുടെ കീം 2025 ക്രാക്ക് ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.